ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് തെലുങ്കിൽ ഇപ്പോൾ റിലീസായിട്ടുള്ള സലാർ സീസ് ദ ഫയർ എന്ന് പറയുന്ന മൂവിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ റിവ്യൂ ആണ്. പ്രശാന്ത് നീലിൻ്റെ ആദ്യത്തെ തെലുങ്ക് ഫിലിമാണ് സലാർ സീസ് ദി ഫയർ. ഉഗ്രത്തിൻ്റെയും KGF എല്ലാം സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള ഭുവൻ ഗൗഡ തന്നെയാണ് ശരിക്കും ഈ സലാറിൻ്റെയും സിനിമാറ്റോഗ്രാഫറായിട്ട് വന്നിട്ടുള്ളത്. കളർ നമുക്ക് കളർ ഗ്രേഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ KGF പോലെ തന്നെ ഒരു ഡാർക്ക് കളർ ഗ്രേഡിങ്ങിലാണ് ഞാൻ പോയിട്ടുള്ളത്. പൊടി പിടിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള നമുക്ക് ആ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സിനിമയിലെ കളർ ഗ്രേഡിങ്. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ട്രെയിലറിൽ ആ പൈപ്പ് പിടിച്ചിട്ട് ആ പൈപ്പിൽ കയ്യാടയാളം വന്നിട്ടുള്ള ആ രംഗമൊക്കെ അത് ശരിക്കും അവിടെ വേണ്ടിയിരുന്നോ എനിക്ക് തോന്നി. അത് കുറച്ച് ഓവറല്ലേ എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പം പ്രഭാസ് എന്ന ക്യാരക്ടറിൻ്റെ ശക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ശരിക്കും അവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. പടം എഡിറ്റ് ചെയ്തിട്ടുള്ള ഉജ്ജ്വൽ കുൽക്കർണിയാണ്. നമ്മുടെ KGF 2 എഡിറ്റ് ചെയ്തത് സെയിം ആൾ തന്നെയാണ് ഈ പടം എഡിറ്റ് ചെയ്തിട്ടുള്ളത്. മിസ്റ്റേക്കുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ഇവരുടെ നമ്മുടെ ഈ കാൻസാറിലുള്ള ആൾക്കാരുടെ സെറ്റപ്പ് പറഞ്ഞാൽ ഈ കഴുത്തിലൊരു തളയൊക്കെയുള്ള സീനുണ്ട്. അതിലൊരു ആ സീന് നിങ്ങൾ ഇനി കാണുന്നവർ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതിലൊരു സീനിൽ പൃഥ്വിരാജ് ഒരു മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു സീനുണ്ട്. പൃഥ്വിരാജും അതിൻ്റെ ഒരു ഓപ്പോണൻറ്റും അതായത് ഓപ്പോസിറ്റ് ക്യാരക്ടറുമായിട്ട് നിൽക്കുന്ന ഒരു സീനിൽ ഇവരുടെ ഈ കഴുത്തിലെ തള ശരിക്കും ഈ സിൽവർ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഇതാണല്ലോ. ഇതിൽ പൃഥ്വിരാജിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കഴുത്തിൻ്റെ ബാക്കിൽ ഇതിൻ്റെ കളർ ഇളകിയിട്ട് ഈ കഴുത്തിൽ ഫുള്ള് പറ്റി പിടിച്ച് കിടക്കുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് എഡിറ്റിങ്ങിൽ. അപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഈ കളർ അതായത് നമ്മൾ ഈ മെറ്റലിൻ്റെ ഈ പെയിൻ്റ് അടിച്ചത് സിൽവർ പെയിൻ്റാണ് അടിച്ചതെങ്കിൽ ആ കളർ ഇളകിയിട്ട് കഴുത്തിൽ പറ്റി കിടക്കുന്നത് എനിക്കത് വളരെ മോശമായിരുന്നു. എൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ ഫ്രണ്ടും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതെന്താ പെയിൻ്റൊക്കെ ഇളകി കഴുത്ത് കിടക്കുന്നത് എന്നുള്ളത് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സലാർ എന്ന് പറഞ്ഞത് ഉഗ്രം എന്ന് പറഞ്ഞ പഴയ 2014 പ്രശാന്ത് നീലിൻ്റെ ഫസ്റ്റ് പടം തന്നെ ബേസ് ചെയ്ത പടമാണ് സലാർ. തെലുങ്കിൽ പുള്ളി ചെയ്യുന്ന ആദ്യത്തെ പടമാണ് സലാർ. അതുകൊണ്ട് തന്നെ ഉഗ്രത്തിൽ പുള്ളിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റിയില്ല. പുള്ളി ആ സിനിമ ശരിക്കും ഉഗ്രം കണ്ടവർക്ക് മനസ്സിലാവും. ആ സിനിമ ശരിക്കും അവർ കോമ്പാക്റ്റ് ആക്കി ചെയ്യാനാണ് ശ്രമിച്ചത്. അതേസമയം സലാർ ആ സെയിം സിനിമ തന്നെ അവർ വളരെ എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്യാനാണ് പുള്ളി ശ്രമിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ശരിക്കും ഉഗ്രത്തിൻ്റെ നമുക്ക് ഫസ്റ്റ് ഹാഫ് എത്തുന്നതും ഇതിലെ സിനിമ ഫസ്റ്റ് ഹാഫ് എത്തുന്നതും എവിടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ആ സിനിമ അവർ ആ സീനുകൾ ഫുൾ അങ്ങോട്ട് ലെങ്ത് ആക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. ശരിക്കും 2 മണിക്കൂർ മാത്രം വരുന്ന ഉഗ്ര എന്ന സിനിമ ഇതിൽ ഫസ്റ്റ് പാർട്ട് തന്നെ വരുന്നത് 3 മണിക്കൂറാണ്. 2 മണിക്കൂർ 54 മിനിറ്റാണ് ശരിക്കും സലാർ സീസ് ദി ഫയർ വരുന്നത്. അതേസമയം തന്നെ ഈ സിനിമയിൽ അവർ കഥ കുറേ കൂടെ എലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 3 ഗോത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിലേക്കാണ് കഥ പോകുന്നത്. പ്രഭാസ് തകർത്തഭിനയിച്ച് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ കുറേ സീനിൽ തുടക്കത്തിലൊക്കെ ഒരു ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. പിന്നെയാണ് നമുക്കൊരു ആ ഒരു ഭാവത്തിലേക്ക് എത്തുന്നത്. പിന്നെ പൃഥ്വിരാജ് നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ അധിക സ്ക്രീൻ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റിയിട്ട് ഉള്ളതൊരു സെക്കൻഡ് ഹാഫിലോട്ടൊക്കെയാണ് വരുന്നതെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടുപേരും മത്സരിച്ചത് ഫാൻസിന് വേണ്ടിയിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട് ചില ഏരിയാസിൽ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബിൽഡപ്പിന് വേണ്ടിയിട്ടുള്ള ചില സീനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നും. ഇതിൽ പിന്നെ നമ്മുടെ രംഗയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ജോൺ വിജയാണ്. നമ്മുടെ ലൂസിഫറിൽ ലാലേട്ടൻ ചവിട്ടി ചുമരിൽ നിർത്തുന്ന പോലീസുകാരുണ്ടല്ലോ, അതാണ് ജോൺ വിജയ് വരുന്നത്. പിന്നെ നമുക്കിതിൽ അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ ഗരുഡ ഉണ്ട്. നമ്മുടെ KGF ഫസ്റ്റിലുണ്ടായിരുന്ന ഗരുഡ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാഡി ഗീരജ നമ്മുടെ ജഗപതി ബാബു ഉണ്ട്. അതുപോലെ തന്നെ ശ്രീയാ റെഡ്ഡി ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ശ്രീയാ റെഡ്ഡി ചെയ്യുന്നത്. പിന്നെ ഈശ്വരി റാവു ഉണ്ട്. ഈശ്വരി റാവു എന്ന് പറഞ്ഞാൽ നമ്മുടെ KGF 2 ആണ് അമ്മയായിട്ട് അഭിനയിക്കുന്നത് പ്രഭാസിൻ്റെ. പിന്നെ ശ്രുതി ഹാസൻ എന്തിനെ കൊണ്ടുവന്ന് എനിക്ക് തന്നെ തോന്നി. ഒരു വെറുതെ ബ്ലാ അടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ ഉഗ്രത്തിൽ നിന്ന് കുറേയൊക്കെ മാറിയിട്ടുണ്ട് ശ്രുതി ഹാസൻ്റെ ക്യാരക്ടർ. ഉഗ്രം സിനിമ കണ്ടവർക്ക് മനസ്സിലാകും കുറേ പൈങ്കിളിയായിരുന്നു ആ ക്യാരക്ടർ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട് ശ്രുതി ഹാസൻ്റെ ക്യാരക്ടറിൽ. ഗരുഡയ്ക്ക് കാര്യമായിട്ടുള്ളൊരു സ്ക്രീൻ സ്പേസ് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഗരുഡ നമ്മുടെ ഇവിടെ സ്റ്റെപ്പ് ബ്രദറായിട്ട് ഏട്ടനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് പൃഥ്വിരാജിൻ്റെ. പുള്ളിക്ക് ചിലപ്പം സെക്കൻഡ് ഹാഫിലായിരിക്കും ഇനി നല്ല ഉണ്ടാവുക എന്ന് ഞാൻ കരുതുന്നു. ബോബി സിംഹയ്ക്ക് അത്യാവശ്യം നല്ല അടിപൊളി റോൾ തന്നെയാണ് ബോബി സിംഹയ്ക്ക് കിട്ടിയിട്ടുള്ളത്. പ്രഭാസിനെ കാണുമ്പോൾ ഫൈറ്റിനുള്ള ഒരു ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിലും ചില സീനുകൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ നമുക്ക് കുറേ സീനുകൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യണമെന്ന് കരുതിയ സീനുകളാണെങ്കിലും അത് ചിലപ്പം നമുക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ചില ഈ സീരിയസ് സിറ്റുവേഷൻസ് കഴിഞ്ഞിട്ട് ഈ പ്രഭാസ് ഒരു സോറി പറയുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങളുടെ തിയേറ്ററിൽ ഒരുപാട് പേര് ആ സീന് കണ്ടിട്ട് ചിരിച്ചു പോയി എന്നുള്ളത്, ഞാനടക്കം ഒരുപാട് പേര് അവിടെ ചിരിച്ചു ആ സീന് കണ്ടു കഴിഞ്ഞിട്ട്. നമുക്ക് ഈ ഫിലിം കാണുന്ന സമയത്ത് തന്നെ
കുറേ സീനുകൾ നമുക്ക് KGF ആയിട്ട് തോന്നാൻ സിമിലാരിറ്റി നമുക്ക് തോന്നാനുള്ള ഒരുപാട് സീനുകളുണ്ട്. കലാഷ്നിക്കോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ വട്ടത്തിൽ വെടിവെക്കുന്ന ഒരു സീനുണ്ടല്ലോ നമ്മുടെ AK-47 വെച്ചിട്ട്, അതുപോലൊരു സീന് ഇതിലും വരുന്നുണ്ട്. എനിക്ക് അതൊക്കെ ശരിക്കും കമ്പയറബിൾ ചെയ്ത് നോക്കാനുള്ള രീതിയിൽ തോന്നി. കാരണം നമുക്ക് അതുപോലെ തന്നെ ഇതിൽ തോന്നി. ഇതിൽ നമുക്ക് പ്രഭാസിൻ്റെ കുറേ സീനുകൾ എനിക്ക് ശരിക്കും ബാഹുബലിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാഹുബലിയിൽ നമ്മുടെ സ്ത്രീകളോട് എതിർക്കുന്നവരുടെ കൈയല്ല കണ്ടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനത്തെ കുറേ സീനുകളുണ്ടല്ലോ, അതുണ്ട്. അതുപോലത്തെ ഒരു സീൻ ഇതിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഇതിൽ ബാഹുബലി 2 തീ വെച്ചടിക്കുമ്പം ആ പടച്ചട്ട അങ്ങനെ കത്തിപ്പോകുന്നില്ലേ, അങ്ങനത്തെ ഒരു സീൻ നമുക്ക് ഇതിലൊരു ഏരിയയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറേ റെഫറൻസുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലോട്ട് വരുന്നുണ്ട്. ആക്ഷൻ രംഗങ്ങൾ പറഞ്ഞു നമ്മൾ ശരിക്കും ഇത് കാണുമ്പോൾ നമ്മൾ KGF 1, 2 കണ്ടതിനെ കൊണ്ട് നമുക്ക് അത്ര ഒരു പുതുമ തോന്നണമെന്നില്ല ഇതിലെ ആക്ഷൻ രംഗങ്ങൾ. കാരണം സെയിം ആണ് വരുന്നത്. പക്ഷേ ഇതിൽ കുറച്ച് വയലൻസ് വളരെ കൂടുതലാണ്. നമുക്കിങ്ങനെ ഈ സ്ലാഷർ എന്ന് പറയുന്ന പോലെ കുറേ ഫൈറ്റിൽ ശരിക്കും നമുക്കിങ്ങനെ വെട്ടി കയ്യും കാലൊക്കെ ഇങ്ങനെ കണ്ടിച്ച് കളയുന്ന സീനുകൾ വളരെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവർ അത് എന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ അവരെ ആയിട്ട് ഉൾപ്പെടുത്താതെ അഡൽട്സായിട്ട് മാത്രം പോയിട്ട് കാണാവുന്ന ഒരു സിനിമയാണ്. കാരണം കുട്ടികളൊക്കെ പോയിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞെട്ടിപ്പോകും. കാരണം ഇങ്ങനത്തെ വയലൻസ് സിനിമകളൊന്നും എന്തായാലും നമ്മൾ കുട്ടികളെ കാണിക്കാൻ പാടില്ല എന്നാണ് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇവർ കാണിക്കുന്ന ഒരു ഇമാജിനറി വേൾഡ് ഉണ്ട്, കാൻസാർ എന്ന് പറയുന്ന ഇമാജിനറി വേൾഡ്. പക്ഷെ അത് ശരിക്കും അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തതെന്ന് ഇതിൽ മാപ്പിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കി ഏത് പോർഷനിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മാപ്പിൽ കാണിക്കുന്നത്. പക്ഷേ ആ സ്ഥലത്ത് ഇത്രയും വലുത് വരുമോ എന്നുള്ളതും, പിന്നെ ആ കാണിക്കുന്ന സ്ഥലത്തൊക്കെ എനിക്ക് യൂറോപ്പുമായിട്ട് റിസംബ്ലൻസ് തോന്നി. ഈ സ്ഥലം കാണിക്കുന്നത് നമ്മൾ പല ഫ്രെയിംസിലായിട്ട് ഈ സിറ്റി അവർ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സ്ഥലത്താണ് മീറ്റിംഗ് നടക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷേ അത് പലതും എനിക്ക് യൂറോപ്പിലുള്ള കുറേ സ്ഥലങ്ങളായിട്ടാണ് എനിക്ക് തോന്നി. എൻ്റെ പേഴ്സണൽ ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നറിയില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് KGF ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു മൂവിയാണ് ഈ മൂവി. നമുക്ക് കൊള്ളാം എന്ന രീതിയിൽ പറയാം. പ്രശാന്ത് നീലിൻ്റെ ഫസ്റ്റത്തെ ഒരു തെലുങ്ക് പടത്തിലേക്ക് എൻട്രിയാണ്. ഇതൊരു നല്ല രീതിയിൽ തന്നെ പോട്ടെ. അതുപോലെ തന്നെ പൃഥ്വിരാജിനും അതുപോലെ തെലുങ്കിൽ വരുന്നൊരു ഫസ്റ്റ് പടമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ഈ പടം മുമ്പോട്ട് പോട്ടെ എന്ന് പറയുന്നു. പേഴ്സണലി പറയുകയാണെങ്കിൽ പടം ഓക്കെ ഷാവറേജ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ശരിക്കും അടിപൊളി കിഡിലോസ്കി എന്ന് പറയാനുള്ള രീതിയിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഏതായാലും പടം കണ്ടവർ നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും താഴെ തരുമെന്ന് ഞാൻ കരുതുന്നു.